ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം. ഞാൻ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താന്ന്. ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാനുള്ളത്. അള്ളാഹു അതിലൊരു മോചനം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പരീക്ഷണം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയുക. നമ്മൾ വിചാരിക്കണം എന്താ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. ഉസ്താദേ, ഇതെങ്ങനെ പറ്റും? ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അൽഹംദുലില്ലാ പറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്. അപ്പൊ അള്ളാഹു നിനക്ക് ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഈ ദുഃഖം. അത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരാമാറാകട്ടെ. ഇല്ലാ യളമൽ ജസാഅ മാ യളമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം. ഇത് നീ അങ്ങ് ക്ഷമിക്ക്, സഹിക്ക്, സന്തോഷം വരുമല്ലോ. അൽഹംദുലില്ലാ. അപ്പം അടയാളം മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. ദുആ ചെയ്തിട്ട് കാത്തിരിക്ക്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. 4 പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോവും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ പറയണം.